കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ 25% ഇറക്കുമതി തീരുവ ഉയർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രഷർ കാണാൻ സാധിച്ചു. ഡോ ജോൺസ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ S&Pയും നാസ്ഡാക്കും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.17% ഉയർന്ന് $73 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 24,000 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും 24,194 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ ബയർ സൈഡിലായിരുന്നു. 1,157 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,910 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. IT സെക്ടറിലെ വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓട്ടോമോട്ടീവ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായ മറേലി എന്ന കമ്പനിയുമായി വിപ്രോ അതിൻ്റെ ഡീൽ 4 വർഷത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. കൂടാതെ മറേലിയിൽ നിന്നും $100 മില്യൺ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡീൽ വിപ്രോ എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ ഫിനാൻഷ്യൽ ഇയറിലെ Q2 മുതൽ കമ്പനി വേരിയബിൾ പേ സിസ്റ്റം അതിൻ്റെ എംപ്ലോയീസിൽ നടപ്പാക്കുമെന്ന് ഇൻഫോസിസ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഫോസിസ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്പനിയുടെ ഫുൾ ഇയർ ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തുകയും ചെയ്തു. സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാർഗോ നെറ്റ്വർക്ക്സ്, സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികൾ റെയിൽടെൽ കോർപ്പറേഷനെതിരെ ആർബിട്രൽ ട്രിബ്യൂണലിൽ നൽകിയ പരാതി റിജക്റ്റ് ആയിട്ടുണ്ട്. ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിക്ക് REC 2,500 കോടി രൂപയുടെ ലോൺ നൽകി. പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ പ്ലെഡ്ജിൽ വെച്ചുള്ള ലോണാണ് REC നൽകിയിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡറി കമ്പനിയായ അദാനി എയർപോർട്ട് എന്ന കമ്പനി കോക്കോ കാർട്ട് വെഞ്ചേഴ്സ് എന്ന കമ്പനിയുടെ 74% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. NTPCയുടെ സബ്സിഡറി കമ്പനിയായ NTPC ഗ്രീൻ എനർജിയും മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായി ചേർന്ന് മഹാരാഷ്ട്രയിൽ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മഹാജൻകോ NTPC എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു. അദാനി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അദാനി ഗ്രീൻ എനർജിയുടെ സബ്സിഡറി കമ്പനിയായ അദാനി സൂർ ഊർജ ലിമിറ്റഡ് എന്ന കമ്പനിയെ അദാനി ഹൈഡ്രോ എനർജി 5 എന്ന കമ്പനിയിൽ സബ്സിഡറിയാക്കി മാറ്റിയിട്ടുണ്ട്. LIC പതഞ്ജലി ഫുഡിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.9% നിന്നും 5.02% ഉയർത്തി. IGL സ്പിരിറ്റിനെ ഇന്ത്യ ഗ്ലൈക്കോൾ എന്ന കമ്പനി അക്വയർ ചെയ്ത് ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിക്കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ ബിസിനസ്സിനെ ഏറ്റെടുക്കാനുള്ള കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ തീരുമാനത്തിന് CCIയുടെ സൈഡിൽ നിന്നും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ലൂമാക്സ് ഓട്ടോ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ ഫ്യൂവൽ എനർജി സൊല്യൂഷൻസിൻ്റെ 60% സ്റ്റേക്കുകൾ ലൂമാക്സ് ഓട്ടോ ടെക്നോളജി 153 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്ത് ഗ്രീൻ ആൻഡ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ സെഗ്മെൻറ്റിലേക്ക് കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രിയിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് SITCയുടെ സൈഡിൽ നിന്നും 15 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റെയിൽ സെക്ടറിൽ റെയിൽടെൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ സ്കൈ ഗോൾഡ് എന്ന കമ്പനി 9:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചു. GE വെർണോവ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ഇന്നത്തെ ദിവസവും ഡിസ്കൗണ്ട് സെല്ലിംഗ് നടത്തുന്നതായിരിക്കും. സാഗൽ പ്രീപെയ്ഡ് ഓഷൻ സൊല്യൂഷൻ എന്ന കമ്പനി സാഗൽ SAS പ്ലാറ്റ്ഫോമിനെ മാസ്റ്റർ കാർഡ് വഴി ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 2 കമ്പനികളും തമ്മിൽ പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സർവേശ്വർ ഫുഡ്സ് എന്ന കമ്പനിക്ക് മൊൺട്രാഡ കൊമോഡിറ്റീസിൻ്റെ സൈഡിൽ നിന്നും 44 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഏകദേശം 12,000 മെട്രിക് ടൺ ഇന്ത്യൻ ലോങ് ഗ്രെയിൻ പാരാബോയിൽഡ് റൈസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അൾട്രാടെക് സിമെൻറ്റും കേശോറാം ഇൻഡസ്ട്രീസും തമ്മിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിക്കുകയും ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി 1000 കോടി രൂപയുടെ ഫണ്ട് NCD വഴി റൈസ് ചെയ്യുകയും ചെയ്തു. BLS ഇൻ്റർനാഷണൽ ബെയ്ജിംഗ് ബയോഷി എൻ്റർപ്രൈസസ് കൺസൾട്ടിംഗ് കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്തു. കാൻഫിൻ ഹോംസ് എന്ന കമ്പനി 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓല ഇലക്ട്രിക് മൊബിലിറ്റി ജിഗ് S1Z റേഞ്ചിലുള്ള ഡൊമസ്റ്റിക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്തു. ഏകദേശം 40,000 മുതൽ 65,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള സ്കൂട്ടറുകളാണ് കമ്പനി ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്